ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത് ദൈവവചനം എപ്പോൾ പഠിക്കണം എന്നതിനെക്കുറിച്ചാണ്. സങ്കീർത്തനം 119 നിന്നാണ് ഞാൻ അധിക കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 119 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രധാനമായും 2-3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, അധികാരികൾ എതിരാകുമ്പോൾ ദൈവവചനം പഠിക്കണം. 119 സങ്കീർത്തനം 23 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു: പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. പ്രഭുക്കന്മാർ അല്ലെങ്കിൽ അധികാരികൾ അവരിരുന്ന് എനിക്ക് വിരോധമായി സംസാരിക്കുകയാണ്, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ചട്ടം ധ്യാനിക്കുവാൻ, ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ പഠിക്കുവാൻ നല്ലൊരു സമയം എന്ന് പറയുന്നത് അധികാരികൾ നമുക്കെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. വളരെ ശ്രദ്ധിക്കുക. ഒരു 3 തട്ടുകൾ ഈ പ്രഭുക്കന്മാരെ കുറിച്ച് അല്ലെങ്കിൽ അധികാരികളെ കുറിച്ച് ദാവീദ് അവിടെ സംസാരിക്കുന്നുണ്ട്. ഒന്ന്, അവരെനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. ദാവീദിന് അതിനെക്കുറിച്ച് ഒരു അറിവ് കിട്ടിയിരിക്കുന്നു. പ്രഭുക്കന്മാർ, അധികാരികൾ അവർക്ക് വിരോധമായി സംസാരിക്കുന്നു. ആ സമയം ദാവീദ് തിരിച്ചവർക്ക് എന്തു മറുപടി പറയാം എന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതെ, അതിനെക്കുറിച്ചൊരു ക്ലാസ് നടത്താതെ, അതിനെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കുവാൻ നിൽക്കാതെ ദാവീദ് ചെയ്യുന്നത്, ഞാൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. അപ്പോൾ അധികാരികൾ, ഇതെല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നൊരു കാര്യമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥാപനത്തിന്റെ മുകളിലുള്ള അധികാരി ആയിക്കോട്ടെ, സഭയുടെ മുൻപിലുള്ള അധികാരി ആയിക്കോട്ടെ, ചർച്ചിലെ മുൻപിലുള്ള അധികാരി ആയിക്കോട്ടെ, ഭരണഘട്ടത്തിലെ രാജ്യത്തിന്റെ മുൻപിലുള്ള അധികാരി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമുക്കെതിരെ സംസാരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അതിനെതിരെ എങ്ങനെ ഒരു സമരം നടത്താം എന്നുള്ളതിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ദാവീദ് ഇവിടെ പറയുന്നത് പോലെ, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. ഒരിക്കലും നീക്കം വരാത്ത ദൈവത്തിന്റെ ചട്ടങ്ങളിൽ കൃത്യമായി ധ്യാനിക്കുവാൻ ദൈവമക്കളാകുന്ന നമുക്ക് കഴിഞ്ഞാൽ ഒരു വിജയം നമുക്കുണ്ടാകും, നിശ്ചയം. അതൊരു നിസ്സാര വിജയമല്ല, യഹോവയുടെ പക്ഷത്ത് നിന്നുണ്ടാകുന്ന ഒരു വിജയമാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്നാണ് വചനം ചോദിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, യഹോവയുടെ പക്ഷം ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ചട്ടങ്ങളെ ധ്യാനിക്കുക, ചട്ടങ്ങളെ പഠിക്കുക, ചട്ടങ്ങളെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. അതിനേറ്റവും പറ്റിയ സമയം അധികാരികൾ നമുക്കെതിരായി സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ദാനിയേലിന് എതിരായി രേഖ എഴുതപ്പെട്ടിരുന്നു എന്നറിയുമ്പോൾ ദാനിയേൽ തൻ്റെ ഭവനത്തിനകത്ത് ചെന്ന് യെരുശലേമിനെതിരെ തൻ്റെ വാതിൽ തുറന്നിട്ട് ദിവസവും താൻ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുകയായിരുന്നു പതിവ്. നമുക്കറിയാം, ദാനിയേൽ നന്നായി വചനം ഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ യിരെമ്യാ പ്രവാചകന്റെ ഒരു ചുരുള് വായിച്ചിട്ട് അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് നീണ്ട ഉപവാസം പ്രഖ്യാപിച്ചൊരു മനുഷ്യനാണ് ദാനിയേൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മാതിരി വചനം പഠിക്കുവാൻ താല്പര്യം വെച്ചിരുന്നൊരു മനുഷ്യനാണ് ദാനിയേൽ. ഇവിടെ രേഖ നമുക്കെതിരായി എന്ന് വന്നാൽ അതാണ് നമുക്ക് ചട്ടം പഠിക്കാൻ നല്ല സമയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ഓരോ ഇലക്ഷൻ വരുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ദൈവഹിതപ്രകാരമുള്ള ആൾ വരണം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ഹിതമൊന്നുമല്ല, നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്ന, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിയുന്ന, ഒരു ശല്യവും ഉണ്ടാകാതിരിക്കുന്ന ഒരു ഗവൺമെന്റ്. അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട. ഏത് ഗവൺമെന്റ് വന്നാലും, ഏത് ഗവൺമെന്റ് എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും കർത്താവിന്റെ വചനത്തിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഏത് ഗവൺമെന്റ് എന്തൊക്കെ നിയമം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സുവിശേഷത്തിന് വിഘ്നം നിൽക്കാൻ ഒക്കില്ല. കാരാഗൃഹത്തിൽ കിടന്ന പൗലൂസ് ഇങ്ങനെ പറയുകയാണ്, സുവിശേഷത്തിന് ബന്ധനം ഇല്ല. സുവിശേഷം ഏത് ഉള്ളറകൾക്കകത്തേക്കും കടക്കുന്നതാണ്, അതിനെ ബന്ധിക്കുവാൻ ആർക്കും കഴിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുകയും വേണ്ട. യേശുവിന്റെ സുവിശേഷത്തെ ബന്ധിക്കുവാൻ കഴിയണമായിരുന്നു എങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ച് അടക്കി കല്ലറയ്ക്കുള്ളിൽ വെച്ചപ്പോൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കണമായിരുന്നു. അതിന് നടക്കാത്ത സ്ഥിതിക്ക് ഇനി ഒരിക്കലും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ തടസ്സം ചെയ്യാൻ ആർക്കുമാവില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട. നമുക്കെതിരായി പ്രഭുക്കന്മാർ സംസാരിക്കുന്നു എന്ന് കണ്ടാൽ അതാണ് ഏറ്റവും നല്ല സമയം ചട്ടത്തെ പഠിപ്പാൻ. 2ാമത്തെ സ്റ്റേജ് വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കണം. 1ാമത്തെ സ്റ്റേജ് പ്രഭുക്കന്മാർ സംസാരിക്കുന്ന സ്റ്റേജ്. ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. അഹങ്കാരികൾ എന്നെ കുറിച്ച് നുണ പറഞ്ഞുണ്ടാക്കി. അത് 69-ാം വാക്യത്തിലാണ് പറയുന്നത്, 69-70. അപ്പോൾ 1, അവർ എനിക്ക് വിരോധമായി സംസാരിച്ചു. 2, അവരെനിക്ക് വിരോധമായി ഒരു പ്ലോട്ട്, ഒരു കള്ളക്കഥ അവർ പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് പ്രചരിപ്പിക്കുവാൻ തുടങ്ങി നമുക്ക് വേണമെങ്കിൽ പറയാം. ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, അല്ലെ,
സോഷ്യൽ മീഡിയാസിലൂടെ ഒക്കെ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ അത് പറയുവാൻ കഴിയും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ വചനം അനുസരിക്കും. അപ്പോൾ വചനം ഗ്രഹിക്കും, വചനം അനുസരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ കണ്ടത് ഞാൻ നിന്റെ വചനം ധ്യാനിക്കുന്നു. രണ്ടാമത് പറയുന്നത് അവർ നുണ പറഞ്ഞ് ഉണ്ടാക്കി. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ നിന്റെ ന്യായപ്രമാണങ്ങളെ അനുസരിക്കും. കേട്ടോ, അവർ നമുക്കെതിരായി പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ചെയ്യുന്നത് ധ്യാനിക്കുന്നു. അവർ അത് പറഞ്ഞ് കഥയാക്കി പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദാവീദ് പറയുന്നത് ഞാൻ അനുസരിക്കും. സ്തോത്രം. എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നോക്കൂ. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ശത്രുക്കൾ ദാവീദിനെതിരെ മോശം കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ നിന്റെ വചനത്തിൽ രസിക്കുന്നു. ഇമാതിരി രസിക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ പറഞ്ഞ കാന്തോ, അഹങ്കാരികൾ നുണ പറഞ്ഞുണ്ടാക്കി, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടുത്ത് പറയുന്നത് അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. കണ്ടോ, അപ്പോൾ ഒരു ഭാഗത്ത് പ്രഭുക്കന്മാർ വിരോധമായി സംസാരിക്കുന്നു, മറുഭാഗത്ത് ഞാൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. ഒരു ഭാഗത്ത് അഹങ്കാരികൾ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞു, മറുഭാഗത്ത് ഞാൻ നിന്റെ വചനങ്ങളെ അനുസരിക്കും. ഒരു ഭാഗത്ത് അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ ആഹ്ലാദിക്കുകയാണ്. മറുഭാഗത്ത് ദാവീദ് പറയുന്നു, ഞാൻ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണം പഠിക്കാൻ പറ്റിയത് ഈ സാഹചര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അടുത്തതായി 161 വാക്യം ഇങ്ങനെ പറയുന്നു, പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. ശ്രദ്ധിക്കൂ, ഒരു ഭാഗത്ത് പ്രഭുക്കന്മാർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. കേട്ടോ, അടുത്ത സ്റ്റേജ് എത്തി. ആദ്യം പറഞ്ഞത് അവർ സംസാരിക്കുന്നു, 2 അവർ പറഞ്ഞുണ്ടാക്കി, 3 അവർ കൊഴുപ്പ് പോലെ തടിച്ചു. 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ പറയുകയാണ്, അവരെന്നെ ഉപദ്രവിക്കുന്നു. ശാരീരിക ഉപദ്രവമാകാം, മാനസിക ഉപദ്രവമാകാം, എന്തുമാകാം. മറുഭാഗം ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയം വചനം നിമിത്തം പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വചനം എന്നിൽ വർക്കൗട്ട് ആകാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. വചനം പഠിക്കുക മാത്രമല്ല, വചനത്തിൽ ആനന്ദിക്കുക മാത്രമല്ല, ആ വചനം വർക്കൗട്ട് ആകാൻ തുടങ്ങുക. അല്ലെ, വചനം പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്, അതിൽ ആനന്ദം ചിലർ കുറച്ചധികം പേർക്കുണ്ട്. അതിൽ അനുസരിക്കുക, അതിൽ ഭയപ്പെടുക, അതിനെ വർക്കൗട്ട് ആക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ഈ 4 മേഖലകൾ മനസ്സിലേക്ക് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വചനം പഠിക്കാൻ പറ്റിയൊരു സമയം അധികാരികൾ നമുക്കെതിരാകുമ്പോൾ,